പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു കവിതയാണ്. മാറിയ ശീലങ്ങൾ എന്നാണ് കവിതയുടെ പേര്. സുലത രാജനാണ് എഴുതിയത്. അവർ തന്നെയാണ് അത് ചൊല്ലുന്നതും. വളരെ മനോഹരമായ ഒരു കവിതയാണ്. നമ്മുടെ ജീവിത ശീലങ്ങളെ ബിംബങ്ങൾ കൊണ്ട് അവർ കവിതയെ ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഓരോ വരിയിലും ഒന്നിലധികം അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടുള്ള കാവ്യ രീതിയാണ് അവരുടേത്. എന്തുകൊണ്ടാണ് ഞാൻ ഈ കവിത തിരഞ്ഞെടുത്തത് എന്നത്, സുലത രാജൻ 50 വയസ്സിന് ശേഷമാണ് എഴുതാൻ പഠിക്കുന്നത്. വീട്ടിലെ ദാരിദ്ര്യവും പ്രയാസങ്ങളും അവരുടെ വിദ്യാഭ്യാസത്തെ ഉടച്ചു കളഞ്ഞു. പിന്നീട് അവരുടെ മനസ്സിൽ കവിതകൾ വരാൻ തുടങ്ങിയെന്നുള്ളതാണ്. മനസ്സിൽ വരുന്ന വരികളെ എഴുതി വെക്കാൻ അവർക്ക് അക്ഷരങ്ങൾ അറിയില്ലായിരുന്നു. അങ്ങനെ അക്ഷരങ്ങൾ പഠിക്കുന്നത് 50 വയസ്സിന് ശേഷം മാത്രമാണ്. പക്ഷേ ഇന്ന് അവരെഴുതുന്ന എല്ലാ കവിതകളും വളരെ മനോഹരമായ കവിതകളാണ്. ഒരു കവി ജനിക്കേണ്ടത് അങ്ങനെ തന്നെയാണ്. ഒരു വിഷയം കിട്ടി അതിൽ കുത്തിയിരുന്ന് എഴുതുന്ന ഒരു ശീലമല്ല കവിയുടേത്. മനസ്സിൽ വരുന്ന വാക്കുകളെ, വാചകങ്ങളെ, പദസമ്പത്തുകളെ, വരികളെ ഒക്കെ കുറിച്ച് വെച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെയും അതിൻ്റെ പ്രയാസങ്ങളെയും അതോടൊപ്പം തന്നെ പ്രണയത്തെയും വിരഹത്തെയുമൊക്കെ പ്രകൃതിയിലെ വസ്തുക്കളോട് ഉപമിച്ചുകൊണ്ട് അവയെ ബിംബങ്ങളാക്കിക്കൊണ്ട് കവിതകൾ എഴുതാൻ സുലത രാജനെ പോലെയുള്ളവർക്ക് കഴിയൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ കുറഞ്ഞ കാലമായിട്ടുള്ളവർ എഴുത്ത് ശീലിച്ചിട്ടും കവിത എഴുത്തിലേക്ക് വന്നിട്ടും പക്ഷേ വളരെ മനോഹരമായ കവിതകൾ, ഒരു കവിത സമാഹാരവും അവരിറക്കി കഴിഞ്ഞു. ഈ അടുത്ത് ഒരു പരിപാടിയിൽ അവർ അവതരിപ്പിച്ച ഒരു കവിതയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കവിതയുടെ പേര് മാറിയ ശീലങ്ങൾ എന്നാണ്. രചനയും അവതരണവും സുലത രാജനാണ്. നമുക്ക് ആ കവിത കേൾക്കാം. സുലത രാജനുമായി ഒരു അഭിമുഖം ഞാനിതിനു മുമ്പ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കണം. അവരുടെ ജീവിത കവിത എങ്ങനെയാണ് ആരംഭിച്ചതെന്നും അവരുടെ ബാല്യവും കൗമാരവും എത്രമാത്രം ദുഷ്കരമായിരുന്നു എന്നും അവിടെ നിന്ന് അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നും നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുന്നതാണ്. നിങ്ങളത് കേൾക്കണം. അതോടെ അത് കേട്ട് കവിത കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇത് ഹൃദ്യമായി തോന്നുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും എല്ലാവർക്കും നവാബ്ജി ടോക്കിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കവിത മാറിയ ശീലങ്ങൾ. കാടുപിടിച്ച പിൻവഴി തിരക്കി ഞാൻ ഓർമ്മയുടെ ചുരമിറങ്ങവേ. കാടുപിടിച്ച പിൻവഴി തിരക്കി ഞാൻ ഓർമ്മയുടെ ചുരമിറങ്ങവേ. ഒറ്റയല്ല ഒന്നായി മാറിയ വീടുകൾ ശീലങ്ങൾ. ഒറ്റയല്ല ഒന്നായി മാറിയ വീടുകൾ ശീലങ്ങൾ. തണുപ്പുപോയി ചെറുകുളിരായി, ഇപ്പോൾ ചൂടായി ആകെ വേവായി. തണുപ്പുപോയി ചെറുകുളിരായി, ഇപ്പോൾ ചൂടായി ആകെ വേവായി. അലിവിൻ്റെ ഉറവപറ്റിയ വീടുകളെ വെള്ളപൂശിയ ചുമരുകൾ താങ്ങി നിന്നു. അലിവിൻ്റെ ഉറവപറ്റിയ വീടുകളെ വെള്ളപൂശിയ ചുമരുകൾ താങ്ങി നിന്നു. മാറിയ വീടിനു പാകമാകാത്ത ഉടലെണ്ണങ്ങളൊക്കെയും ദൂരെ ഊരിയെറിഞ്ഞ്. മാറിയ വീടിനു പാകമാകാത്ത ഉടലെണ്ണങ്ങളൊക്കെയും ദൂരെ ഊരിയെറിഞ്ഞ്. സ്വാതന്ത്ര്യത്തിൻ്റെ പൊള്ളലുകളേറ്റ് ഉരുകിപ്പോയ മഞ്ഞുകണങ്ങൾ. സ്വാതന്ത്ര്യത്തിൻ്റെ പൊള്ളലുകളേറ്റ് ഉരുകിപ്പോയ മഞ്ഞുകണങ്ങൾ. മൂത്തവരുടെ മൊഴികളൊക്കെയും അഗതിമന്ദിരത്തിൽ ഓർമ്മയുടെ ഉപ്പു നുണയുന്നുണ്ട്. മൂത്തവരുടെ മൊഴികളൊക്കെയും അഗതിമന്ദിരത്തിൽ ഓർമ്മയുടെ ഉപ്പു നുണയുന്നുണ്ട്. സന്ധ്യാനാമങ്ങൾ ഏറ്റുചൊല്ലാൻ ഉണ്ണികളെ തിരക്കുന്ന മെഴികളിൽ അന്തി ചുവന്നുരുകുന്നു. സന്ധ്യാനാമങ്ങൾ ഏറ്റുചൊല്ലാൻ ഉണ്ണികളെ തിരക്കുന്ന മെഴികളിൽ അന്തി ചുവന്നുരുകുന്നു. ആകെ മാറിയ വീട്ടകങ്ങളിൽ ആളനക്കമില്ല, മിണ്ടാട്ടമില്ല. ആകെ മാറിയ വീട്ടകങ്ങളിൽ ആളനക്കമില്ല, മിണ്ടാട്ടമില്ല. തൊട്ടറിയാത്ത ശീലത്തിൻ്റെ ബന്ധനത്തിലാണ് ഓരോ വീടുകളും.
തൊട്ടടുത്താണെങ്കിലും തൊട്ടറിയാത്ത ശീലത്തിൻ്റെ ബന്ധനത്തിലാണ് ഓരോ വീടുകളും. നന്ദി, നമസ്കാരം.